പരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യരുടെയും ഇടയിൽ നിൽക്കാൻ, ആ വിടവ് നികത്താൻ ഉലകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു പ്രവാചകനെ കൊണ്ട് സാധിക്കത്തില്ല. മനുഷ്യൻ പല കാര്യങ്ങൾ നോക്കി, പുണ്യസ്ഥലങ്ങൾ കയറി, പുണ്യപ്രവർത്തികൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത് ദൈവമായിട്ടുള്ള വിടവ് നികത്താൻ പല പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ ദൈവത്തിൻ്റെ കോപത്തെ പരിഹരിക്കാൻ ഒരു മനുഷ്യനെയും കൊണ്ടും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. സകല മനുഷ്യരും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിൽ, ഒരുത്തനെ കൊണ്ടും ഈ കോപം മാറ്റാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു വഴി തുറന്നു. എന്തുവായിരുന്നു ആ വഴി? ഗോഡ് സൺ, ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ അന്വേഷിച്ച ആ മനുഷ്യനായി അവതരിച്ചതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. God became man to stand in the gap. ആർക്കും നികത്താൻ പറ്റാത്ത ഇടിവിലേക്ക് കാൽവറിയിൽ ദൈവത്തിൻ്റെ പുത്രൻ നിന്നു. തൻ്റെ കരങ്ങൾ കാൽവറിയിൽ വിരിച്ചപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിച്ച കാൽവറിയുടെ ദർശനം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. യേശു തൻ്റെ മരണത്തിൽ ചെയ്തതെന്താ? ദൈവകോപത്തിൻ്റെ മട്ട് താൻ കുടിച്ചു എന്നുള്ളത് പല ആവർത്തി നമ്മളിവിടെ കേട്ടിട്ടില്ലേ? നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. അടുത്ത വഴി എന്താ? ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും സുവിശേഷത്തിൽ വിശ്വസിക്കാതെ മറ്റൊരുവനിലും രക്ഷയില്ലെന്നുള്ള സന്ദേശം തിരിച്ചറിയുക. Without the gospel you are under the wrath of God. ദൈവകോപത്തിന്റെ കീഴിലാണ്. ഏക വഴി അവിടുത്തെ പുത്രൻ മാത്രമാണ്. You are lost forever under the wrath of God without Jesus and his gospel. അതുകൊണ്ടല്ലേ പുതിയ നിയമത്തിൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നമുക്കറിയാം, പ്രായശ്ചിത്ത യാഗം, പകര മരണം. എന്നോടുണ്ടായിരുന്ന ദൈവത്തിൻ്റെ കോപം നീക്കി എനിക്ക് പകരമായി മരിച്ചതാണ് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവം ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുമ്പോൾ, ആരെയും കണ്ടെത്താതിരിക്കുമ്പോൾ, അന്നത്തെ പ്രവാചകന്മാർക്ക് ഒരാൾക്ക് പോലും നികത്താൻ പറ്റാതിരുന്ന വിടവ് ശ്രേഷ്ഠ പ്രവാചകനായ യേശു കാൽവറിയിൽ വിടവ് നികത്തിയതാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണമായത്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ചവർ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ.